ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ കഴിഞ്ഞൊരു ടിയർ 1-ന് ശേഷം നിരന്തരമായിട്ട് നമുക്ക് നമ്മുടെ ടെലികോളിംഗ് സ്റ്റാഫിന് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളാണ്, സാർ അടുത്ത മിഷൻ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം പല കുട്ടികളും പല സ്ഥലങ്ങളിലായിട്ട് കോച്ചിങ് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോച്ചിങ് എടുത്ത് ടിയർ 1 അറ്റൻഡ് ചെയ്ത് ഇനി അവർക്ക് വീണ്ടും ഒരു റെഗുലർ ബാച്ചിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, അതായത് ബേസിക് മുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇല്ല മിഷൻ ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക വെച്ച് വിളിക്കാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഇവിടെ സ്ഥല പരിമിതി കാരണം നമുക്കങ്ങനെ കുട്ടികളെ ആ ബാച്ച് നമ്മൾ കഴിഞ്ഞ 2 മാസമായിട്ട് തുടങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മിഷൻ ബാച്ച്, നമ്മുടെ മെയിൻസ്, അതായത് അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മിഷൻ ബാച്ച്, അതായത് ബേസിക് റെഗുലർ ബാച്ച് അല്ല, മിഷൻ ബാച്ച്, അവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട ആളുകൾ ഒരുപാട് പേര് ഓൾറെഡി എൻക്വയറി ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് എന്നാണ് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്പറിൽ ഈ കാണുന്ന 8089447760 അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്പർ, ആ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിനായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. റെഗുലർ ബാച്ചിൻ്റെ പോലത്തെ വലിയൊരു ഫീസോ കാര്യങ്ങളൊന്നും മിഷൻ ബാച്ചിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ നമ്പറിൽ വിളിച്ചു. പിന്നെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സാധനം ബിഗിനേഴ്സിനുള്ളതല്ല കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ലെവൽ, അതായത് ഒരു പ്രിപ്പറേഷൻ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ റെഗുലർ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. റെഗുലർ ബാച്ചിൽ നമ്മൾ 6 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സായിരിക്കും. അതിൽ നമ്മൾ ബേസിക്സും അഡ്വാൻസും എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും. ഇത് ജസ്റ്റ് 3 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോർ അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനാണ്. അതായത് നിങ്ങൾക്ക് ആദ്യം ഞാൻ വീണ്ടും നിങ്ങൾ പറയുന്നത് ചോദിച്ചാൽ പല ആളുകളും ഇതിൽ വീണ്ടും പോയിട്ട് പിന്നെ ലാസ്റ്റ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബേസിക്സ് സിലബസ് എല്ലാം കവർ ചെയ്തു. നിങ്ങൾക്ക് ഒരു ബിഗിനർ അല്ല, നിങ്ങളിപ്പോൾ മാത്സൊക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നല്ല മെത്തേഡ്സ്, കാര്യങ്ങൾ, കുറച്ച് നല്ല ചോദ്യങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് ഹൈ ലെവൽ ഇംഗ്ലീഷ് പഠിക്കണം. GK കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ജോയിൻ ചെയ്യാതിരിക്കുക. ഈ ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ മിഷൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ ബാച്ചിൽ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടാവും. അതായത് പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹത്തിൽ വന്ന ബിസിനസ്സിൽ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ആവേശം കൊണ്ട് വന്നവരുണ്ടാവും. കാരണം SSC എന്നൊക്കെ പറയുമ്പോൾ ഇന്ന പോസ്റ്റുകളാണ്, പക്ഷേ അവർ പഠിക്കൊന്നുമില്ല, കാരണം ആവേശത്തിൽ വന്നവരായിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ടാവും. അങ്ങനെ പല ആളുകളുണ്ടാവും. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ അവിടെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അവിടുന്ന് നല്ല കുട്ടികളെ കിട്ടുന്നതാണ് കുറച്ച് ഡിഫിക്കൽ. പക്ഷേ മിഷൻ ബാച്ചിൽ അങ്ങനെയല്ല. ഓൾറെഡി ഒരു റെഗുലർ കോഴ്സ് എടുത്ത് അത്യാവശ്യം ലെവലിലെത്തിയ ആളുകൾ വീണ്ടും താല്പര്യത്തോടു കൂടി വീണ്ടും ഒരു ബാച്ചിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള, പഠിക്കുന്നവർ ഞാൻ പറയുന്നില്ല, അവർ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അറ്റ്ലീസ്റ്റ് വീണ്ടും ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു കൂട്ടം ആളുകളെയാണ് നിങ്ങൾക്ക് ഈ മിഷൻ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മുന്നോട്ട് പോകാൻ ഒരു ഗ്രൂപ്പൊക്കെ നിങ്ങളുടെ കൂടെ, ഇതിൽ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പൊക്കെ, അപ്പോൾ നമ്മുടെ നമ്മൾ ആകെ ഒറ്റ മിഷൻ ബാച്ചാണ് അവിടെ മെയിനായിട്ട് കഴിഞ്ഞ 2 വർഷത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു മിഷൻ ബാച്ചിൽ ഓൾമോസ്റ്റ് 20+ ആളുകൾ കഴിഞ്ഞ ടിയർ 1 CGL ടിയർ 1 പരീക്ഷ ക്വാളിഫൈ ആയിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടിരുന്ന് പഠിക്കുന്ന മറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും താല്പര്യമുള്ള എഫിഷ്യൻസി ഉള്ള ഒരു കൂട്ടം ആളുകളാണ് മിഷൻ ബാച്ചിൽ ഉണ്ടാവുക. റെഗുലർ ബാച്ച് പോലെയല്ല. റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്റ്റാർട്ടിങ്ങിലാണ്, അല്ലേ, സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല, ഓൾറെഡി കുറച്ച് 6 മാസത്തെ കോച്ചിങ് കഴിഞ്ഞ ഒരു ലെവലിൽ എത്തിയ ആളുകളാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനി നമുക്ക് പരീക്ഷ വരാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അധികം സമയമില്ല, നമുക്ക് ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് മിഷൻ ബാച്ചുകളിൽ. ഇവിടെ നല്ല, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താലും അങ്ങനത്തെ ആളുകൾ ആ മിഷൻ ബാച്ചുകളിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മിഷൻ ബാച്ചിന് എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ ബേസ്ഡ് ഓൺ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ, നമ്മൾ ഇനി അങ്ങോട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പല കുട്ടികളും എന്തോ ഒരു എഡ്യൂക്കേറ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടൈപ്പ് പാറ്റേൺ ആണ്. ഒരുപാട് ഇത്രയും കാലം ചോദിച്ചിരുന്നൊക്കെ മാറിയിട്ട് പുതിയ ടൈപ്പ് ചോദ്യങ്ങളാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എപ്പോഴും കോഴ്സ് തുടങ്ങുമ്പോൾ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ആണോ TCS പാറ്റേൺ, അങ്ങനെ ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു 10-20% ചെറിയ മാറ്റങ്ങൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടെന്നല്ല, സിലബസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എന്നാലും ആ ഒരു പുതിയ ചോദ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ റെഗുലർ ബാച്ച് ആയിക്കോട്ടെ മിഷൻ ബാച്ച് ആയിക്കോട്ടെ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ്, നമ്മുടെ ഓൺലൈൻ എലീറ്റ് ബാച്ചും അതുപോലെ SSC GDക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് ബാച്ചും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതിൽ ജോയിൻ ചെയ്യണമെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇത്രയും പറയാനുള്ള ഒറ്റ കാര്യം വീണ്ടും ഞാൻ പറയുന്നത്, വീണ്ടും ശ്രദ്ധിക്കുക, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഈ കാര്യം നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു കാരണവശാൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാതിരിക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ലെവൽ ടു അഡ്വാൻസ് പല ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും, എന്നാൽ പിന്നെ ഞാൻ ഭയങ്കര ലെവലിൽ എത്തിയിട്ട് ജോയിൻ ചെയ്യാം. അങ്ങനെയല്ല, അങ്ങനെ നല്ലൊരു ലെവലിൽ എത്തിയ ഒരാളാണ് നിങ്ങൾ പിന്നെ പഠിക്കേണ്ട കോഴ്സിന് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു ബിഗിനർ ലെവലിൽ നിന്ന് പോകുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഹൈ ലെവലിൽ എത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മാത്സ് ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കേട്ടാലൊക്കെ മനസ്സിലാവും, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എങ്ങനെ വെച്ചാൽ വലിയ ക്വസ്റ്റൻസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായി പോവുകയാണ്, അല്ലെങ്കിൽ സ്പീഡ് കുറവാണ്, ഇങ്ങനത്തെ ആളുകൾ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വിളിച്ച് നോക്കുക. എന്തായാലും ഫെബ്രുവരി 2-നാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 10 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ട് തന്നെ പല കുട്ടികളും ജോയിൻ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൽ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ അഡ്മിഷൻ എടുക്കുക. ചിലപ്പോൾ എന്താണെന്നറിയില്ല, ചിലപ്പോൾ ഫുള്ളായില്ലാന്ന് വരാം, ചിലപ്പോൾ പെട്ടെന്ന് ഫുള്ളായി വരാം. നമുക്കൊന്നും എന്താ പറയുക ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ള ആളുകൾ വേദന വിളിച്ചിട്ട് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ,
അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്.